എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മുടെ എലിസബത്ത് എത്തിയിരിക്കുകയാണ്. ബാലയെക്കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളുമായിട്ട് നമ്മുടെ എലിസബത്ത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ലണ്ടനത്തെ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊക്കെ അറിയില്ല. അവരെ പറ്റിയിട്ട് അവര് ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെന്നൈയില് ആ പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടാനാണ്? ആ പെണ്ണ് കണ്ടാൽ നമ്മുടെ വീട്ടിൽ നിൽക്കണ പണിക്കാരി പോലെയുണ്ട്. ഓഹോ, നിങ്ങൾ അവരുടെ കാശും മേടിക്കും, എന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും ചെയ്യും. അപ്പൊ അവൻ ഇത്ര കാലം പ്രതീക്ഷയായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു വരുന്നു, ഞാൻ ഓൾറെഡി പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടൻ ആയിട്ടുള്ള ഈ പെണ്ണായിട്ടുള്ള ഒരു റിലേഷനാണ്. ഈ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അതായത് കുറെ പെണ്ണുങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണ് ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയണേന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടനിലത്തെ ഈ പെണ്ണായിട്ടുള്ള റിലേഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ കാര്യങ്ങളും പ്രൂഫുണ്ട്. ഇതൊക്കെ കോടതി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും കാണിച്ചാൽ തയ്യാറാണ്. ഇനി ഇതൊക്കെ ഓക്കെ തെളിവെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇത് പല പെൻ ഡ്രൈവുകളിലും പല ഇതായിട്ടും പല ആൾക്കാർക്കും ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈവൻ ഞാനിത് ഇന്ന ആൾക്കാർ കൊന്ന അടക്കം ഇതൊക്കെ പുറത്തു വരുന്ന സമയത്ത്. പിന്നെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഈ വീഡിയോ റെക്കോർഡിങ്സും എല്ലാതും തെളിവാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ ഇതൊക്കെ ഞാൻ ഈ പബ്ലിക് മീഡിയയില് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നതൊക്കെ ഒരു വാലിഡ് എവിഡൻസ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോ അത് വെച്ചിട്ട് ആക്ച്വലി ഒരാൾ റേപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ, റേപ്പ് എന്ന് ആവശ്യമില്ലാണ്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും. ഈ കസ്തൂരി എന്ന് പറയുന്നത് ഫോൾസ് അലിഗേഷൻ ഓഫ് റേപ്പ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ അങ്ങനെ ചെയ്യേണ്ടതല്ല. ഞാൻ ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ അത് അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ആളിനെ അറസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും നടക്കണ്ടല്ലേ? അല്ലാണ്ട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, കുറെ യൂട്യൂബുകാര് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇത് മീഡിയ അല്ലേ, ഇത് വീഡിയോ റെക്കോർഡിംഗ് അല്ലേ, ഇതിനൊന്നും ഒരു വിലയില്ലേ. പിന്നെ ഞാൻ 2-3 വീഡിയോ റിയാക്ട് ചെയ്ത് ഇന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ റിയാക്ട് ചെയ്യുക, ഇന്നെ സപ്പോർട്ട് ചെയ്യോ ന്യായത്തിന് സപ്പോർട്ട് ചെയ്യോ എന്താണോ ആ സപ്പോർട്ട് ചെയ്ത് തരുന്ന വീഡിയോകളുടെ ഇടയിൽ കുറെ അല്ല 1-2 ഭീഷണികളുടെ കമന്റ് കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. അതുപോലെ തന്നെ മൂപ്പന്റെ വീഡിയോയില് മൂപ്പൻ പറയുന്നത് കേട്ടു, എനിക്കും ഇതുപോലെ ഭീഷണികളുടെ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കാലം എനിക്ക് എന്റെ വീഡിയോ ചാനല് കൂട്ടിക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ട്. എത്ര കാലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇടാൻ പറ്റുന്ന വേറെ ഞാൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു സീരിയസ്ലി ഇത് കണ്ടിട്ടൊക്കെ ഭയങ്കര വിഷമമാവുന്നുണ്ട്. ആക്ച്വലി അവരെടുക്കണ റിസ്കിനെങ്ങാണ്ടും ആക്ച്വലി ഞാൻ ഓൾറെഡി മൊത്തത്തില് ഇതില് പെട്ട് കിടക്കണ ആളാണ്. അപ്പൊ ഞാനും അവരും തമ്മില് ഭയങ്കര, അവർക്കിതില് ഒരിക്കലും ഇടപെടേണ്ട കാര്യമില്ല, എന്നിട്ടും അവരിതൊക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളതില് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. ഞാനൊരിക്കലും നിങ്ങളുടെ ജീവൻ ഇങ്ങനെ റിസ്കിലാക്കിയിട്ട് ഇങ്ങനെ ഒരിക്കലും വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ഇതുവരെ ചെയ്യണതന്നെ ഭയങ്കര നല്ല കാര്യം, താങ്ക് യു. പിന്നെ ഒരാളുടെ വീട്ടില് തോക്കായിട്ട് പോയിട്ട് ഓക്കെ ഞാൻ സാക്ഷിയാവാനും പ്രതിയാവാനും തയ്യാറാന്ന് പറഞ്ഞിട്ടടക്കം ആർക്കും ഒന്നും അതിന് ഒരു വിലയില്ല. അപ്പോ അങ്ങനത്തെ ഒക്കെ കേസില് എന്റെ ജീവൻ ഓൾറെഡി റിസ്കിലാണ്. അങ്ങനെ ഓക്കെ ഒരാളുടെ ജീവൻ റിസ്കിലാണ്, റിവെഞ്ച് എടുക്കും എന്ന് നിങ്ങൾ മുമ്പത്തെ ഇവരുടെ ഹിസ്റ്ററി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ പുതിയ ഭടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളതിനെ ഒരു മോശപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആൾക്കാർക്കും ഒന്നും വിലയില്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെയും ജീവനും അതേ വില തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് കാശും പ്രശസ്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയും അതുപോലെ തന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവന് വിലയുള്ളൂ എന്നാണ് ഞാൻ ഈ കാര്യത്തിനൊക്കെ മനസ്സിലാക്കണേ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട്
നിങ്ങൾ റിസ്ക് എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങളെ കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെ. പക്ഷെ താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല പോലെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരോട് താങ്ക് യു. അതുപോലെ തന്നെ കമന്റുകളിലായാലും അതുപോലെ തന്നെ മെസ്സേജുകളിലായാലും സപ്പോർട്ട് അറിയിക്കുന്ന ആൾക്കാരോട് താങ്ക് യു. താങ്ക് യു സോ മച്ച്. എലിസബത്ത് നാലാ വിഷയത്തിൽ ഇനിയും ഒരു സത്യം പറഞ്ഞാൽ എലിസബത്തിൻ്റെ ബാലയുടെയൊക്കെ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എലിസബത്ത് കുറച്ചുകൂടി പക്വത കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം എലിസബത്തിൻ്റെ ജീവൻ വെച്ചാണ് എലിസബത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ തെറ്റായിട്ട് ധരിക്കണ്ട. മറ്റൊന്നുമല്ല, ബാലയ്ക്കെതിരെ ഒരുപാട് സ്ട്രോങ് എവിഡൻസ് ഇതിനകം വെച്ച് തന്നെ എലിസബത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്. ഇപ്പോൾ നാളൊരു സമയം എലിസബത്തിൻ്റെ ഫോണ് നശിച്ചു പോയാലും എലിസബത്തിൻ്റെ ഫോണിൽ നിന്നും വീഡിയോ ഡിലീറ്റായി കഴിഞ്ഞാൽ പോലും ഇത് എല്ലാവരുടെയും ഒരുപാട് ആളുകളുടെ ഫോണിൽ എത്തിയിട്ടുണ്ട് എലിസബത്തിൻ്റെ ഈ വീഡിയോകൾ. പലരും അത് അവരവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്താണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ ഫോണിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതൊരിക്കലും നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ഫോണിലേക്ക് ഇതെല്ലാം തെളിവുകളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എലിസബത്തിന് എന്ന് വെച്ചാൽ നിയമപ്രകാരം മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നതിനേക്കാളും എല്ലാം കൊണ്ട് നല്ലത് ജീവിച്ചിരിക്കുന്ന തെളിവാണ് എലിസബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എലിസബത്ത് ഓരോ ദിവസവും. അപ്പോൾ എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എലിസബത്തിൻ്റെ ഫോൺ വഴി നമ്മളെ അറിയിക്കുന്നുണ്ട് എലിസബത്ത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം പോരാ. എലിസബത്ത് നിയമപ്രകാരം തന്നെ വേണ്ട രീതിയിൽ ബാലയ്ക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ കേസ് കൊടുക്കണം. വനിതാ സെല്ലിൽ കൊടുക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളുണ്ട്. ഹേമ കമ്മീഷൻ പോലുള്ള സംഘടനകളുണ്ട്. ഈ പറയുന്ന ബാല ഒരു സിനിമാ നടനായതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഹേമ കമ്മീഷനിലൊക്കെ പരാതി കൊടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ അറിവ്. എനിക്കൊരുപാട് പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു അറിവിൽ തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെയും നിങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും. മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. അതുപോലെ ആർക്കെല്ലാം പരാതി കൊടുക്കാം, കളക്ടർക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് കാണിച്ചിട്ട് എവിടെയെല്ലാം നിങ്ങൾക്ക് പരാതി കൊടുക്കാം. നിങ്ങൾ നിയമപ്രകാരം മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുക. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷേ അങ്ങനെ വേണം ഈ പറയുന്ന ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളിനെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ ഡെയിലി യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ചെളിവാരി എറിയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ചെളിവാരി എറിയുമ്പോൾ മറ്റുള്ളവർക്ക് റിയാക്റ്റ് ചെയ്യും, മറ്റുള്ളവർക്കൊരു സബ്ജക്റ്റ് ആവും. നമുക്ക് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർക്കൊക്കെ വ്യൂസ് കയറും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കിതുകൊണ്ട് ബാല നിങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് അയാൾക്ക് അതേ നാണയത്തിൽ അയാൾക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിയമ സഹായം തേടുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂട്ടോ. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എനിക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. എൻ്റെ അഭിപ്രായം ഇതാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ ചെളിവാരി എറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബാല എന്ന് പറയുന്ന വ്യക്തി പക്ക ക്രിമിനലാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെകുത്താനോട് കാണിച്ച ആ ഒരു തോക്കും കൊണ്ട് ചെന്നുള്ള ആ ഒരു പ്രഹസനമൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പുള്ളിക്കാരൻ ഇപ്പോഴും സിനിമാ നടൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ എന്തോ സംഭവമാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. കേരളമാണ് മാഷേ, ഇത് തമിഴ്നാടല്ല എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കില്ല, അത് വേറൊരു സത്യം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, കുട്ടിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജീവൻ കൊണ്ട് കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ നിയമപ്രകാരം മുന്നോട്ട് പോവുക. അത് നിങ്ങൾ പറയുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിൽ അദ്ദേഹം നിയമപ്രകാരം തെളിയിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും കുറ്റം ആരോപിക്കാനും ആ കുറ്റാരോപണത്തിൽ നിന്നും കുറ്റവിമുക്തനാവാനും 2 പേർക്കും സാധിക്കും. അതായത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് തെളിയിക്കാനുള്ളൊരു അവസരമായിരിക്കും. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച ഓരോരോ കാര്യങ്ങളും. അതുപോലെ തന്നെ അമൃതയും പറയുന്നുണ്ട് അമൃത അനുഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നിയമപ്രകാരം മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും അവരവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയണം. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം ആളുകളുടെ മനസ്സിൽ എന്തായിരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ധാരണ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും വിചാരിക്കത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.